ചിത്രകാരിയും ചിത്രകലാ അധ്യാപികയുമായ രാജി പിഷാരസ്യാരുടെ ചിത്ര പ്രദർശനവും തത്സമയ ഛായാചിത്രരചനയും എറണാകുളം ജില്ലാ ലൈബ്രറി കൗൺസിൽ പുസ്തകോത്സവത്തിൽ ശ്രദ്ധേയമായി. എൻ്റെ പേര് രാജി പിഷാരസ്യ. ഞാൻ വരച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ. പലയിടത്തും നമ്മൾ ലൈവായിട്ട് 10-20 മിനിറ്റ് കൊണ്ടൊക്കെ ചിത്രങ്ങൾ പോർട്രേറ്റ് ആയിട്ട് വരയ്ക്കാറുണ്ട്. ചെറായി ബീച്ചിലൊക്കെ ഞാൻ പോയി വരച്ചിട്ടുണ്ട്. ധാരാളം ആളുകളൊക്കെ ചിത്രം വരയ്ക്കാൻ വരാറുണ്ട് ലൈവായിട്ട്. ആൾക്കാർക്ക് ഇഷ്ടപ്പെടാറുണ്ട്. പല സ്ഥലങ്ങളിലും ഋഷി കോളേജിൽ തന്നെ പല പ്രാവശ്യം പുസ്തകോത്സവത്തിനും അല്ലാണ്ടും 100 വർഷം തികയുന്ന ഒരു ആഘോഷം ഉണ്ടായിരുന്നു 6 ദിവസം. അതിനൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലയില് ഒരു 10 ദിവസത്തെ സ്പോൺസേഡ് പരിപാടി കിട്ടിയിരുന്നു. സാറ്റില് അതുപോലെ ചങ്ങമ്പുഴ പാർക്ക്, പിന്നെ അതുപോലെ പല സ്ഥലങ്ങളിലും വരയ്ക്കാൻ പോകാറുണ്ട്. മ്യൂറൽ പെയിന്റിങ്ങുകള്, ഇത് പൂക്കളുടെ ചിത്രം, ബുദ്ധൻ, അതുപോലെ ഗിഫ്റ്റായിട്ട് ടേബിൾ ടോപ്പ് ചിത്രങ്ങളാണ് അതൊക്കെ. മേശപ്പുറത്ത് വയ്ക്കാവുന്ന വലിയ ഇല്ലാത്ത ചിത്രങ്ങള് ഗിഫ്റ്റായിട്ടൊക്കെ ആൾക്കാർക്ക് കൊടുക്കാം. അതുപോലെ ഇതുപോലത്തെ ഒക്കെ മേടിക്കുന്നുണ്ട് ആൾക്കാര്. പിന്നെ വിലയുള്ള ചിത്രങ്ങളുണ്ട്. ഇതൊക്കെ കുറച്ചും കൂടെ വിലയുള്ള ചിത്രങ്ങളാണ്. പിന്നെ പോർട്രേറ്റ് വരച്ചു കൊടുക്കുന്നുണ്ട്. ലൈവായിട്ട് 15-20 മിനിറ്റ് കൊണ്ടൊക്കെ ഒരാളുടെ ഫോട്ടോ വരയ്ക്കും. കളറിലും വരയ്ക്കുന്നുണ്ട് ലൈവായിട്ട്. അക്രലിക്, പെൻസിൽ ഡ്രോയിങ്, ചാർക്കോള്, അതുപോലെ കളർ പെൻസില്, വാട്ടർ കളർ, എല്ലാ മീഡിയത്തിലും ഞാൻ ലൈവായിട്ട് വരയ്ക്കുന്നുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറ RLB കോളേജിലാണ് ചിത്രകല പഠിച്ചത്. RLB കോളേജിൽ പോകുന്നതിന് മുമ്പ് ഒരു ചിത്രാലയ സ്കൂൾ ഓഫ് ആർട്സ് അവിടെ പഠിച്ചിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഇതില് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പല സ്കൂളുകളിൽ പാർട്ട് ടൈം ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. പല സ്കൂളിൽ ഇപ്പൊ വിദ്യാരാജ, മേക്കാട് വിദ്യാരാജയില് ഡ്രോയിങ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. 1997 മുതൽ ഞാൻ എക്സിബിഷനുകളൊക്കെ പങ്കെടുക്കാറുണ്ട്. പല എക്സിബിഷനിലും ഗ്രൂപ്പ് എക്സിബിഷനുകളിലൊക്കെ ചിത്രങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പോൾ 1997-98 വർഷങ്ങളിൽ ഇന്ത്യൻ സ്കൂൾ ഓഫ് ആർട്സ് എറണാകുളം നടത്തിയ ഗ്രൂപ്പ് എക്സിബിഷനിൽ ഒരു ചിത്രലേഖ പുരസ്കാരം രാജാരവിവർമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് നടത്തുന്ന വാർഷിക പ്രദർശനത്തില് ചിത്രലേഖ പുരസ്കാരം 2 വർഷം കിട്ടിയിട്ടുണ്ട്. 2004 തൊട്ട് എക്സിബിഷനുകൾ നടത്താറുണ്ട്, കണ്ടക്ട് ചെയ്യാറുണ്ട്, സോളോയും. പിന്നെ 2007 ലളിതകല അക്കാദമിയുടെ ദർബാർ ഹാൾ ഓഡിറ്റോറിയത്തിൽ വാർഷിക പ്രദർശനത്തിന് സെലക്ഷൻ കിട്ടിയിരുന്നു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങള് 7 പേര് കൂടിയിട്ട് ഒരു ഗ്രൂപ്പ്, ലേഡീസ് ഗ്രൂപ്പ്, ചിത്രകാരികളുടെ ഗ്രൂപ്പ് ചേർന്ന് ഉണ്ടാക്കി ഞങ്ങൾ 7 പേരും എക്സിബിഷൻ നടത്താറുണ്ട്. ദർബാർ ഹാളിലാണ് ആദ്യമായിട്ട് എക്സിബിഷൻ നടത്തിയത്, ഗ്രൂപ്പ് ഷോ. പിന്നെ പല സ്ഥലങ്ങളിലും ചെന്നൈ, ചോളാമണ്ഡലം, ബാംഗ്ലൂര്, അവിടെയൊക്കെ ഞങ്ങൾ എക്സിബിഷനുകൾ കണ്ടക്ട് ചെയ്തു ഗ്രൂപ്പായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ലളിതകല അക്കാദമിയുടെ സോളോ പ്രദർശനത്തിനുള്ള ഒരു ഗ്രാൻഡ് കിട്ടിയിരുന്നു. പിന്നീട് ഗ്രൂപ്പ് ഷോയ്ക്കുള്ള ഗ്രാൻഡ് കിട്ടിയിരുന്നു. ദർബാർ ഹാളിൽ പലതവണ എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ആർട്ട് മൂവ്മെന്റ് എന്ന ഗ്രൂപ്പുമായിട്ട് ചേർന്ന് എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട്. കോമോസൺസിന്റെ ഗാലറികൾ എക്സിബിഷൻ നടത്തിയിട്ടുണ്ട്, മട്ടാഞ്ചേരിയിലും പലയിടങ്ങളിലും. അങ്ങനെ ഇപ്പൊ ഞാൻ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ തന്നെ ചിത്രകല പഠിപ്പിക്കുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ ലൈവായിട്ട് ചിത്രങ്ങൾ ധാരാളം വരച്ചു കൊടുക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും, കേരളത്തിന് പുറത്തും ലൈവായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ പോയിട്ടുണ്ട്. ചിത്രകല ജനകീയമാക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ ആലോചിക്കുന്നത്. അതിന് നല്ല നല്ല സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ജനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നു. ചെറിയ ചെറിയ ചിത്രങ്ങൾ വരച്ചിട്ട് ടേബിൾ ടോപ്പ് ചിത്രങ്ങളായിട്ട് വെക്കാൻ പറ്റിയ രീതിയിലും വലിയ വില ഇല്ലാത്ത രീതിയിൽ, ഒരു വീട്ടിൽ ഒരു ചിത്രമെങ്കിലും വേണമെന്നുള്ള ഒരു ഇതിലാണ്.